ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാമത്തെ അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. ഇന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ ദിവസമാണ്. പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ തൻ്റെ ജീവിതം തച്ചുടച്ച, ജഡിക പാപങ്ങൾക്ക്, ലോകമോഹങ്ങൾക്ക് തന്നെ വിട്ടുകൊടുത്ത, ലോകമോഹങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു മനുഷ്യൻ, പാപത്തിൻ്റെ വഴികളിൽ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനു പോലും കാരണക്കാരനായി മാറിയ ഈ മനുഷ്യനെ ഒരമ്മയുടെ 32 വർഷക്കാലത്തെ നീണ്ട പ്രാർത്ഥന വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്തി എന്നത് സഭയുടെ കാലത്തെയും ചരിത്ര വിജയമാണ്. ഒരമ്മ 31.25 വർഷം പോലും ഒരു മാറ്റവുമില്ലാതെ ലോകമോഹങ്ങളിൽ കൊക്കുടക്കി നഖമുടക്കി കിടന്നൊരു മനുഷ്യനെ ദൈവ പൈതലായി, വിശുദ്ധനായി, വേദപാരംഗതനായി, ഡോക്ടർ ഓഫ് ദ ചർച്ച് ആയി ഒക്കെ ഉയർത്തിയത് ഈ അമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത പ്രതിഫലമായിട്ടാണ്. ഈ അമ്മയുടെ മകൻ സഭയുടെ അമരക്കാരനായി, മെത്രാനായൊക്കെ പിന്നീട് ഉയർത്തപ്പെട്ടു. മെത്രാൻ്റെ മോതിരവുമായിട്ട് ഒരിക്കൽ അമ്മയുടെ അടുക്കലേക്ക് ഉയർത്തി കാണിച്ച വിരലിൽ മോതിരം കാണിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, ഇത് മെത്രാനച്ചൻ്റെ മോതിരമാണ്, അമ്മ ചുംബിച്ചോളൂ. തൻ്റെ ചുക്കിച്ചൊളിഞ്ഞ, വിറങ്ങലിച്ച, ജീവൻ തുടിപ്പ് മാത്രമായി ശേഷിക്കുന്ന തൻ്റെ കരങ്ങൾ ഉയർത്തി കാണിച്ചിട്ട് അതിലെ മോതിരം മെല്ലെ തലോടിക്കൊണ്ട് ആ അമ്മ പറഞ്ഞു, മോനെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ മോതിരം അമ്മ അണിഞ്ഞതുകൊണ്ടാണ് നിനക്കിന്ന് മെത്രാൻ്റെ മോതിരം അണിയാനുള്ള ഭാഗ്യം ദൈവം നൽകിയത്. സഭയ്ക്ക് ഒരു വിശുദ്ധനെ നൽകിയത്, സഭയ്ക്കൊരു വേദപാരംഗതനെ നൽകിയത്, സഭയ്ക്കൊരു ഡോക്ടറിനെ നൽകിയത് ഈ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത പ്രതിഫലമായിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരിക്കലും അവിസ്മരിക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ അനർഘമായ, കൃപ നിറഞ്ഞ, ധന്യതയാർന്ന പരിപാലന നാം ഇവിടെ കണ്ടെത്തുന്നുണ്ട്. ഈ അമ്മയുടെ മാതൃക ദൈവം അവൾക്ക് കൊടുത്ത വലിയൊരു സമ്മാനം കൂടിയാണ് എന്ന് നമുക്കറിയാം. തൻ്റെ മകൻ വിശുദ്ധനായി മാറിയപ്പോൾ മകന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ വിശുദ്ധിയുടെ പടവിലേക്ക് കൈപിടിച്ചുയർത്തിയ അമ്മയെയും തിരുസഭ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു വിശുദ്ധ മോനിക്ക പുണ്യവതി. ഈ ധന്യവിശുദ്ധരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പാപലോകത്തിലേക്ക് വീണു പോകുന്ന ഓരോ മനുഷ്യനും തിരിച്ചറിയട്ടെ, പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണുടയാനുള്ളതല്ല നിൻ്റെ ജീവിതം. കേട്ടിട്ടുണ്ടല്ലോ, ടു എർ ഈസ് ഹ്യൂമൻ, ടു കണ്ടിന്യൂ ഇൻ ദ സെയിം error is devilish, but to forgive is divine. പാപം ചെയ്യുന്നത് മാനുഷികമാണെങ്കിൽ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണ പിടയുന്നത് പൈശാചികമാണ്. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ദൈവത്തിൻ്റെ കൃപയുടെ തീരമണയാൻ നമുക്ക് ആഗ്രഹിക്കണം. ധന്യവിശുദ്ധനായ വിശുദ്ധ അഗസ്തീനോസിൻ്റെ മാധ്യസ്ഥത്തിന് മുമ്പിൽ ഏവരെയും ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ലോകത്തിൻ്റെ ഉപ്പും, ഭൂമിയുടെ ഉപ്പും, ലോകത്തിൻ്റെ വെളിച്ചവും പ്രകാശവുമായി തീർന്ന്, പ്രകാശഗോപുരങ്ങളായി തീർന്ന് അനേകരെ സത്യത്തിൻ്റെ പാതയിലേക്ക് ആനയിക്കാനുള്ള മാർഗദീപങ്ങളായി മാറിക്കൊണ്ട് ജീവിതം നയിക്കാൻ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ വഴിയിലൂടെ വിശുദ്ധൻ്റെ ചുവടുകൾ പിന്തുടർന്ന് നമുക്ക് അനുഗ്രഹീതരാകാം. വിശുദ്ധ അഗസ്തീനോസിന് മാധ്യസ്ഥന് മുമ്പിൽ ഏവരെയും സമർപ്പിക്കുന്നു. കർത്താവിശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.